ഹലോ മൈ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ. സോ ഞാൻ 2-3 ദിവസത്തിന് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ക്യാൻ റിലേഷൻഷിപ്പ് അഫക്റ്റ് നീറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് യെസ് വേണം എന്നാണ് കുറേ പേര് വോട്ട് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് പറയാണ്. ഓക്കെ, ഇനി റിലേഷൻഷിപ്പിൻ്റെ ഇതെന്ന് പറയുമ്പോൾ അത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അത് അഫെയർസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, വേറെ ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരാളോട്, ഒരു പെർട്ടിക്കുലർ പേഴ്സണിനോട് നമ്മൾ നമ്മളുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടല്ലോ. സോ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ മെയിനായിട്ടും ഒന്നാമത്തെ കാര്യം നമ്മൾ സെൽഫിഷ് ആവുക എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ നീറ്റ് പ്രിപ്പയർ ഇനി നിങ്ങളങ്ങോട്ട് റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ, അത് റിപ്പീറ്റേഴ്സിന് അറിയായിരിക്കും. ഇപ്പോൾ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ ഈ ഒരു ഇപ്പം അഥവാ തന്നെ ഇപ്പം ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് MBBS കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കുറേ പേര് പറയും, കുറേ പേര് നമ്മളോട് പറയും, ഒരു വർഷം വെറുതെ പോയല്ലേ എന്ന് പറയും. സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആർക്കായാലും ഫേസ് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. അയ്യോ, വെറുതെ ഒരു വർഷം പോയല്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ. പക്ഷേ അല്ല, വെറുതെ ഒരു വർഷം പോകത്തില്ല, നമ്മളുടെ ടൈമാണ്. ബിക്കോസ് നമ്മളുണ്ടല്ലോ, ഈ ഒരു വർഷം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, നമുക്ക് കുറേ എന്താ പറയുക, മനസ്സിലാക്കാൻ നമുക്ക് നമ്മളുടെ ലൈഫ് ലോങ് ഇനി ആരൊക്കെ കാണും, ആരൊക്കെ നമ്മളെ ടഫ് ടൈംസിൽ കാണും, ആരൊക്കെ കാണത്തില്ല. നമ്മൾ ഇപ്പോൾ ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി കഴിയുന്നത് പോലല്ല ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ആരൊക്കെ ട്രൂ ആയിട്ട് നമ്മുടെ ലൈഫിൽ കാണും എന്നുള്ള കാര്യം. അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, വേറെ എന്തായിക്കോട്ടെ, ഏത് കാര്യങ്ങൾ, ഇപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഏത് കേസാണെങ്കിലും നമുക്ക് മനസ്സിലാവും. പിന്നെ എനിക്കിപ്പോൾ എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എനിക്കിങ്ങനെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊന്നുമില്ല, ഐ മീൻ അഫെയർസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഉള്ളവരോടാണ്. ഐ മീൻ ഉണ്ടായിട്ടുള്ളവർ കാണുമല്ലോ. അപ്പോൾ എന്നോട് ഇന്നും ഇന്നലെയും ഒരു കുട്ടി കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആ വീഡിയോ ചെയ്യാമോ എന്ന്, അതിനെക്കുറിച്ച് പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളവരോട് ഇപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്, ദ കോർ എന്ന് പറയാനുള്ളത്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളിലൊന്നും ഇല്ലാത്തതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളുടെ ഭയങ്കര ഡോക്ടർ അല്ലെങ്കിൽ MBBS എന്നുള്ളത് നിങ്ങളെ ഭയങ്കര വലിയ പാഷനാണ്, കാര്യങ്ങളാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു അഫെയറിനകത്തോട്ടൊന്നും ചെന്ന് ചാടാത്തത് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ സ്ട്രെസ്സ് പോലും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ ഇനി വേറെ സ്ട്രെസ്സും കൂടി എടുത്ത് വെക്കണ്ട എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. പിന്നെ ഓരോരുത്തരും, പിന്നെ ഉള്ളവരും എന്താ പറയുക, നീറ്റ് ക്രാക്ക് ചെയ്തിട്ട് പോയിട്ടവർ എനിക്കറിയാവുന്ന കുറച്ച് പേര് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ടും ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനൊക്കെ കൂടുകയാണ്. അപ്പം രണ്ട് സ്ട്രെസ്സും കൂടി താങ്ങുന്നതിന് പകരം കാട്ടി നല്ലത് ഒരു സ്ട്രെസ്സ് മാത്രം താങ്ങുന്നതല്ലേ. ഓക്കെ, ഇനി ഉള്ളവരെ കുറിച്ച് നമുക്ക് പറയാം. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ എയ്തർ ബോയ് ഓർ ഗേൾ രണ്ടുപേരും നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്ന് വിചാരിച്ചോ. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇപ്പോൾ ഉറപ്പായിട്ടും പഠിക്കും, നല്ല എഫക്റ്റീവായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് ഓൺലൈനും ഓഫ്ലൈനും ഓക്കെ രണ്ടും ഇരുന്ന് അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ഓഫ്ലൈൻ ആണെങ്കിൽ ഫോണൊന്നും വലുതായിട്ട് കിട്ടത്തില്ല, അപ്പോൾ പിന്നെ അതിൻ്റെ കാര്യം പറയണ്ടല്ലോ. ഓൺലൈനിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഓൺലൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോൺ കയ്യിലിരിക്കുമ്പോൾ ഡിസ്ട്രാക്റ്റഡ് ആവും എന്നുള്ള കാര്യം നിങ്ങളിനി മനസ്സിലാക്കും. ഉറപ്പായിട്ടും ഡിസ്ട്രാക്റ്റഡ് ആവും. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വേറെ കോളേജ് കാര്യങ്ങളിലൊക്കെ പോകും, അതൊക്കെ കണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവുന്നവർ മാക്സിമം അതിൽ നിന്നൊക്കെ, ഇപ്പോൾ വാട്സപ്പ് ആയാലും ഞാനൊക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ ഡിലീറ്റ് ചെയ്തായിരുന്നു പെർമനൻ്റായിട്ട് നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ ടൈമിൽ. ആകെ വാട്സപ്പിലും ആണെങ്കിലും കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, എൻ്റെ ക്ലോസ് ആയിട്ട് കുറച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിലും നിങ്ങൾ മനസ്സിലാക്കും. കാരണം നമുക്ക് എപ്പോഴും അങ്ങോട്ട് മെസ്സേജ് അയക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഫുൾ ടൈം ഇരുന്ന് പഠിച്ചേ പറ്റൂ, എന്നാലേ നീറ്റ് കിട്ടുള്ളൂ ശരിക്കും. പിന്നെ ബ്രേക്സ് എടുത്ത് പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഫുൾ സ്ട്രെസ്ഡ് ഔട്ടായി പോകും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും ഡൗട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നല്ല എഫക്റ്റീവായിട്ടിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, അത് കുഴപ്പമില്ല, ഓക്കെയാണ്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, ഒരാൾ ഏതൊർ ബോയ് ഓർ ഗേൾ, ഒരാൾ എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാകും, ഒരാൾ നീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ
അവിടെ കുറച്ച് ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ, ഇപ്പോൾ നമുക്ക് എപ്പോഴും ഒരാളെ തന്നെ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം നമ്മളെ ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഇവിടെ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇത്രയും പ്രോബ്ലംസൊക്കെ നമ്മൾ ചെയ്തൊക്കെ പഠിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ നല്ല ടഫായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഇതായിട്ട് മെയിനായിട്ടും അങ്ങനെ എല്ലാം മാറ്റി വെച്ചിട്ട് ഇതിൽ ഫോക്കസ്ഡായിട്ട് നിന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരുടെയും ഇഷ്ടമാണല്ലോ, എങ്ങനെയാണെന്ന് വെച്ചാലൊക്കെ ഓക്കെ ആക്കിയെടുക്കാം. ബട്ട് നീറ്റൊന്ന് കിട്ടണം, എങ്ങനെയെങ്കിലും നീറ്റ് കിട്ടണം. അപ്പോൾ നീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നീറ്റിന് ഫസ്റ്റ് ഫോക്കസ് കൊടുക്കുക. എന്താണെങ്കിലും ഫസ്റ്റ് ഫോക്കസ് നീറ്റിന് കൊടുക്കുക. ബാക്കിയെല്ലാം ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഇത്. അപ്പോൾ അതിനെക്കുറിച്ച് അതേ പറയാനുള്ളൂ. പിന്നെ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ കേസിലായാലും പിന്നെ വരും, നമുക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ എന്താ പറയുക, ലൈഫ് ലോങ് നമ്മുടെ കൂടെ ആരൊക്കെ കാണും എന്നൊക്കെ നമുക്ക് ഈ ഒരു ഫേസിൽ എന്തായാലും മനസ്സിലാവും. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പ്രയോറിറ്റി അല്ലായിരിക്കും നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് കിട്ടുന്നത്. പലവർക്കും അല്ലേ, നമ്മളോട് പറയണം, ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക, അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ സ്നേഹിക്കാൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര സത്യമാണ്. അപ്പോൾ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ സെൽഫിഷ് ആവുക, അത് തന്നെ ഉള്ളൂ. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി സ്നേഹിക്കുക, അത് തന്നെ സ്നേഹിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ വേറെ ഇതിലോട്ടൊക്കെ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ബുദ്ധിമുട്ടല്ലാത്തവരും കാണും. ബിക്കോസ് പലർക്കും വേരി ചെയ്യും, ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ കാര്യങ്ങൾ വേരി ചെയ്യും. അപ്പോൾ പൊതുവേ മൊത്തത്തിലൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താ പറയുക, ഭയങ്കര ടഫായിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഇതേ ഉള്ളൂ ഇതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട്. ബാക്കി ഇനി എന്തൊക്കെയുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ പറയാൻ വേണ്ടി. ഓൺലൈനിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ പറയാം. പിന്നെ സൂപ്പർവൈസ്ഡിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൂപ്പർവൈസ്ഡിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അതും ഞാൻ ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ പഠിച്ചത്. സോ അവളുടെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ ചെയ്യാൻ ടൈം കിട്ടിയാൽ പോലും എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. ഫോണിൽ സ്പേസ് ഇല്ലാത്തത്. അപ്പോൾ സേവൊക്കെ ചെയ്തെടുത്തിട്ട് അപ്ലോഡൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം, അതാണ് വിഷയം. അതിൻ്റെ ഒരു വിഷയമുള്ളൂ. പിന്നെ എന്താ പറയുക, പിന്നെ ബേസിക്സ് തുടങ്ങി, ഞാൻ ബേസിക്സും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇടയ്ക്കും ബേസിക്സൊക്കെ അതൊക്കെ പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊന്നും ചെന്ന് ചാടാതിരിക്കുക, അത് തന്നെയുള്ളൂ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ ടീനേജൊക്കെയാണ്, എന്താ പറയുക, പല ഫാൻറ്റസീസും നമുക്ക് തോന്നും. പക്ഷേ അല്ല, നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നീറ്റാണ്. സോ നീറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നീറ്റിനെ ക്രാക്ക് ചെയ്ത് MBBS നമ്മളെ കയ്യിൽ എത്തണം. അത് തന്നെ ഇപ്പം മുന്നോട്ട് ഗോൾ വെക്കുക, അങ്ങോട്ടേക്ക് ഓടുക, ആ ഗോളിലോട്ട് ഓടുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.